ഇന്ന് മൈദ കൊണ്ടുള്ള പാലാടയാണ് ഉണ്ടാക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും കഴിക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് മൈദ, തേങ്ങാപ്പാൽ, ഒരു കോഴിമുട്ട, ഏലക്കാപ്പൊടി, പഞ്ചസാര. പഞ്ചസാര ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എടുക്കാം. 1.5 കപ്പ് ചിരകിയ തേങ്ങയിൽ നിന്നും എടുത്ത് ഒന്നാം പാലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി മിക്സി ജാറിലേക്ക് ആദ്യം തേങ്ങാപ്പാൽ ഒഴിക്കാം. അതിനുശേഷം മുട്ട ചേർക്കാം. ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഏലക്കാപ്പൊടിയും ചേർക്കാം. ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർക്കണം. ലാസ്റ്റാണ് മൈദ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം തന്നെ മൈദ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മിക്സി ജാറിൽ വല്ലാതെ ഒട്ടിപ്പിടിക്കും. ഇനി 1 കപ്പ് വെള്ളം കൂടി ഒഴിക്കണം. നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇടയ്ക്ക് ഓപ്പൺ ചെയ്ത് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു. ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കി എടുക്കാം. പാനിന് ചെറിയ ചൂടുള്ളപ്പോൾ മാവ് ഒഴിച്ച് ചുറ്റിച്ചെടുക്കണം. ഇങ്ങനെ ചുറ്റിച്ചെടുക്കുമ്പോൾ ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ ഉണ്ടാകും. അത് ഫില്ല് ചെയ്യാനായിട്ട് വേറെ മാവ് ഒഴിച്ചു കൊടുക്കരുത്. അതിനുശേഷം അടച്ചു വെക്കണം. സിമ്മറിലാണിത് വേവിച്ചെടുക്കേണ്ടത്. തിരിച്ചിടാൻ പാടില്ല. അത് കുക്കായി കഴിയുമ്പോൾ സൈഡ്സിൽ നിന്നും ഇളകി വരും. അതിനുശേഷം 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. പാലാടയ്ക്ക് യെല്ലോ കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ഫ്ലെയിം സിമ്മറിൽ തന്നെ വെച്ചാൽ മതി, അല്ലെങ്കിൽ പാൻ വല്ലാതെ ചൂടായി പോവും. പാലാട വളരെ തിന്നായിട്ടാണ് ഇരിക്കേണ്ടത്. മാവ് ചുറ്റിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാപ്പിൽ വീണ്ടും മാവ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പാലാടയ്ക്ക് കട്ടി കൂടും, ഭംഗിയും പോകും. വേണമെങ്കിൽ കുറച്ച് നെയ്യ് കൂടി ഒഴിക്കാം. ഞാനിവിടെ നെയ്യ് ചേർക്കുന്നില്ല. ആവശ്യത്തിന് ഉണ്ടാക്കി കഴിയുമ്പോൾ മാവ് ബാക്കിയുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നീട് ആവശ്യമുള്ളപ്പോൾ ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കുന്നതിന് ഒരു അരമണിക്കൂർ മുൻപ് പുറത്തേക്കെടുത്ത് വെക്കണമെന്ന് മാത്രം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.